നോക്കാം. റൈറ്റ്, ന്യൂട്രിചാർജ് വ്യൂ, ദിസ് ഇസ് വാട്ട് ദ പാക്കേജ്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സൗന്ദര്യം കണ്ണിലാണ്, ആ കണ്ണ് തന്നെയാണ് സൗന്ദര്യത്തിനെ കാണുകയും ചെയ്യുക. അപ്പോ ആ കണ്ണിന്റെ കാഴ്ചശക്തി സൂക്ഷിച്ചു വെക്കുക, കണ്ണിന്റെ ആരോഗ്യം സൂക്ഷിച്ചു വെക്കുക, കണ്ണിന്റെ സൗന്ദര്യം സൂക്ഷിച്ചു വെക്കുക, ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആ കണ്ണിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളപ്പോൾ അറിയില്ല എന്നുള്ളത് പഴയ എഴുത്തുകാരും നമ്മളെ അപ്പൂപ്പന്മാരൊക്കെ നമ്മളോട് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കണ്ണിന്റെ കാഴ്ചശക്തി പോലെ മാത്രമേ നമുക്ക് കണ്ണിന്റെ ഗുണം അല്ലെ കണ്ണിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുള്ളൂ. അത് വളരെ ശരിയാണ്. കാരണം നമ്മൾ ശരിയായി കണ്ടുകൊണ്ടിരുന്ന സംഭവം പെട്ടെന്ന് ഇങ്ങനെ ബ്ലേഡ് ആയിട്ട് ഒരു മങ്ങൽ പോലെ കാണാൻ തുടങ്ങിയാലാണ് നമുക്ക് മനസ്സിലാവുക, ഭഗവാനെ എന്റെ കണ്ണിന് എന്തോ പറ്റിയല്ലോ. കണ്ണിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇതിനെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇത് തീരെ പതിയെ കംപ്ലീറ്റ്ലി ഇങ്ങനെയായി മാറുമെന്നുള്ളതാണ്. ഓക്കെ, ഒന്നും കാണുന്നില്ല, ബ്ലാക്ക്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ കണ്ണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ബ്ലേഡ് വിഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ണിനെ ഒന്ന് ഇറക്കിക്കൊണ്ട് ഷ്രിങ്ക് ചെയ്തുകൊണ്ട് ഒന്ന് നോക്കും. അപ്പൊ നമുക്ക് ഒന്ന് ക്ലിയറിറ്റി ആയിട്ട് കാണും. ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കുക. റൈറ്റ്, അതേപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കണ്ണടകൾ നമ്മൾ ധരിക്കാൻ തുടങ്ങുക. ഇതൊക്കെ പണ്ട് കാലത്ത് കാണാതിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് വളരെയധികം കൂടുതൽ കാണുന്നുള്ളതാണ്. പിന്നെ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഗ്ലാസുകൾ വരുന്നത് അതിന്റെയും കാരണങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ ന്യൂട്രിചാർജും ആർസിയിലൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് പ്രായം ഒരു നമ്പറായി മാറുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ പല പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്, ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. ഒരാൾ പറയുന്നത് എനിക്ക് 30 ഒരാൾ പറയുന്നത് 40, അതൊരു നമ്പറാണ്. പക്ഷെ നമ്മളുടെ ആരോഗ്യത്തിൽ ആ നമ്പർ ഒരു പ്രസക്തിയില്ല എന്നാണ് നമ്മൾ ഇന്ന് മുതൽ കാണിക്കേണ്ടത്, ഇനി മുതൽ കാണിക്കേണ്ടത്. അപ്പൊ സാധാരണ ഈ പ്രായം കൊണ്ട് ഈ കണ്ണട വരുന്നത് കാരണം അദ്ദേഹം ജനിച്ചിട്ട് ഒരു 60 വയസ്സായിട്ട് 60 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിലോട്ടേക്ക് ഇങ്ങനെ ഹാർംഫുൾ ആയിട്ടുള്ള ബ്ലൂറേസ് പല രൂപത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു ഇഫക്റ്റ് കൊണ്ടാണ് ആ കണ്ണിന്റെ കാഴ്ചശക്തി വല്ലാതെ കുറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഐ ലെൻസ് ആൻഡ് റെറ്റിന, ഈ നമ്മുടെ കണ്ണിന്റെ ആ ഒരു ലെൻസ് ഉണ്ടല്ലോ, കണ്ണിന് മുമ്പ് കാണുന്ന ലെൻസും അതേപോലെ ആ റെറ്റിന, ഇതിനെ ആ വെളിയിൽ കാണുന്ന കോർണിയ, ഇതൊന്നും ബ്ലൂ റേസിന് ഫിൽട്ടർ ചെയ്യാൻ പറ്റാതെ ആവുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ്. കാരണം ഈ ഹൈ എനർജി ബ്ലൂ റേസ് നമ്മളുടെ കണ്ണിലോട്ടേക്ക് കോർണിയും റെറ്റിനയൊക്കെ ലെൻസും എല്ലാം ക്രോസ് ചെയ്തിട്ട് റെറ്റിനയിൽ കാണുന്ന ഏറ്റവും വിസിബിളി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണത്. അത് കംപ്ലീറ്റ് അങ്ങ് ഡീജനറേറ്റ് ചെയ്ത് നശിപ്പിച്ച് കളയും. അപ്പൊ മാക്കുലാർ ല്യൂട്ടെ എന്നാണ് അതിനെ സാധാരണ പറയാ. അപ്പൊ മാക്കുലാർ റീജൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കണ്ണിന്റെ ഏറ്റവും അധികം കാണാൻ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു ഏരിയ, അതിനെ കംപ്ലീറ്റ്ലി അങ്ങ് നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് നമുക്ക് ഈ കാഴ്ചശക്തിക്ക് മങ്ങലേൽക്കുന്നതും. ഇത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ അത് ഡാമേജ്. സ്ട്രക്ചർ ഡാമേജ് നമുക്കറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, നമ്മളൊരു ഒരു മുറിയിൽ ഇരിക്കുകയാണ്. ആ മുറിയുടെ സ്ട്രക്ചറിന് എന്തെങ്കിലും ഒരു തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് നമ്മൾ അവിടെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല. കാരണം ആദ്യം ഏത് സ്ട്രക്ചറിൽ ഏത് ഷേപ്പിലായിരുന്നോ ആ ഷേപ്പിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കേടുപാട് അവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ലീഡ് ടു വേഴ്സൺ സിറ്റുവേഷൻ. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഓക്കെ, പിന്നെന്താണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുതിയ ഇതാണ് നിങ്ങൾ വായിക്കുക. ദിസ് കണ്ടീഷൻ ഈസ് ഈവൻ മോർ വറീസം ഇൻ ചൈൽഡ്ഹുഡ്. ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ചിട്ട് 15 വയസ്സിന്റെ 12 വയസ്സോ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം ഡേഞ്ചറസ് വറീസമാണ്, പേടി ഉദ്ഭാവിക്കുന്ന ഒരു സംഭവമാണ്. എന്താ സംഭവം? അവര് ഒരു പിഗ്മെന്റ് ഐലൻഡ്സിന്റെ മുകളിൽ ഡെവലപ്പ് ആവും ഈ 12 വയസ്സാകുമ്പോഴേക്കും. ഓക്കെ, അപ്പോ ഈ 12 വയസ്സിന്റെ സമയം ശരിക്കും നമ്മൾ വായിച്ചു നോക്കാം. ദിസ് കണ്ടീഷൻ ഈസ് ഈവൻ മോർ വറീസം ഇൻ ചൈൽഡ്ഹുഡ് ബിക്കോസ് എ പിഗ്മെന്റ് ഫൗണ്ട് ഇൻ ദി ഐലൻഡ്സ് ഡെവലപ്സ് ഓൺലി ആഫ്റ്റർ ദി ഏജ് ഓഫ് 12. അപ്പൊ 12 വയസ്സിന്റെ ശേഷം മാത്രം ആ ലെൻസിന്റെ മുകളിൽ എൻവലപ്പ് പോലെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പൊ വിത്തൗട്ട് ദിസ് പിഗ്മെന്റ് എന്താ സംഭവിക്കുക? ആ പിഗ്മെന്റ് അവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? Children are more likely to have oxidative damage from blue rays in the eye macula. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഓക്സിഡേറ്റീവ് ഡാമേജ് എന്താണ്. കംപ്ലീറ്റ് സെൽസിനെ നശിപ്പിച്ചു കഴിയും. ഫ്രീ റാഡിക്കൽസ് വളരെയധികം റിലീസ് ചെയ്യപ്പെടും. അതുകൊണ്ട് അങ്ങനെ മാക്യുലാർ റീജിയനെ, അത് ഈ കവറിംഗ് വരുന്നതിന്റെ മുമ്പേ തന്നെ അതങ്ങ് നശിപ്പിച്ചു കളയുന്നതാണ്. അപ്പൊ ദീസ് ബ്ലൂ റേസ് വിച്ച് ക്യാൻ ബി പാർഷ്യലി ഫിൽറ്റർഡ് ബൈ അഡൽട്ട്, പാർഷ്യലി ആയിട്ട് അഡൽട്ട് ഐസ്, കാരണം 12 വയസ്സിന് മുമ്പ് ശേഷമാണ് ആ ഫിൽറ്റർ വരുന്നത്. അത് അഡൽട്സിന് ഇത് വന്നുകൊണ്ട് കുറച്ചെങ്കിലും അത് നമുക്ക് എന്താ പറയാ ഫിൽറ്റർ ചെയ്ത് വിടും. അതുകൊണ്ട് ക്ഷതം വരും എന്തായാലും, കാരണം പാർഷ്യലി മാത്രമേ അത് ഫിൽറ്റർ ചെയ്തുള്ളൂ അഡൽട്സിന്. 12 വയസ്സ് കഴിഞ്ഞാൽ ആ പ്രായത്തിന് ഈ ഫിൽറ്റർ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ 12 വയസ്സിന്റെ താഴെ ആ ഫിൽറ്റർ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും എന്ത്, ഈ ചെറിയ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിന്റെ ആ ബ്ലൂ റേസ് അകത്തോട്ട് കയറിയിട്ട് കണ്ണിന്റെ മാക്കുലർ റീജിയൻ ചെറുപ്രായത്തിൽ തന്നെ അത് തകർത്തുകളി എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ചെറിയ മക്കൾക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ സൈഡിൽ നിന്ന് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സൈഡ് എഫക്ട്സ് അതിന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഇതൊരു സ്റ്റഡിയാണ്, അപ്പൊ നമ്മൾ എടുത്തതാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. സൈഡ് എഫക്ട്സ് ബ്ലൂ റേസ് കുറെ ലോങ്ങർ പീരീഡ് നമ്മളുടെ കണ്ണിലോട്ടേക്ക് കയറിയാൽ കുട്ടികളുടെ സൈഡ് എഫക്റ്റ് ആണ് ഞങ്ങൾ കാണുന്നത്. കുട്ടികളുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന സൈഡ് എഫക്ട്സ്, അതായത് 2 കണ്ടിന്യൂസ് മണിക്കൂറുകൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 മണിക്കൂർ ഒരു കുട്ടിയുടെ കണ്ണിലോട്ടേക്ക് ബ്ലൂ റേസ് കടന്നു പോയാൽ, ബ്ലൂ റേസ് കടന്നു പറഞ്ഞാൽ മൊബൈൽ നോക്കുക, ലാപ്ടോപ്പ് നോക്കുക, അതൊക്കെ നോക്കി ആ TV വളരെ അടുത്തുനിന്ന് കാണുക, അങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ണിൽ സംഭവിക്കുന്ന ഐ സ്ട്രെയിനും ഡ്രൈനസും ഇറിറ്റേഷനും ഇത് രണ്ടും 9.1% കൂടും. ഓക്കെ, അതേപോലെ അറ്റൻഷൻ സ്പാൻ 15.2% കുറഞ്ഞിട്ടും. അപ്പം 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റൻഷൻ കിട്ടില്ല, ആ എല്ലാം പോകും. പിന്നെ ബിഹേവിയർ ഡിറ്റൂറേറ്റ് ചെയ്യും. അത് 13.5% ആൾക്കാർ ബിഹേവിയർ ഡിറ്റൂറേഷൻ, സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ വരും. 8.8% ഇൻക്രീസ് ഇൻ ഹെഡേക്ക്. അതേപോലെ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ, കാരണം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണല്ലോ. പലരും പറയുന്നുണ്ട് സ്പോണ്ടിലൈറ്റിസ് ഒക്കെ പെട്ടെന്ന് ഓടി വരും. ഇനി പ്രശ്നങ്ങൾ ഇനി ശരീരത്തിൽ വേറെ എവിടെയല്ല കാണുക, നമ്മളെ കഴുത്തിലും ഷോൾഡറിലാണ് കാണുക, കാരണം ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ 5% ഇൻക്രീസ് ഇൻ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ. ഇത്രയും പറഞ്ഞിരിക്കുന്നത് കുട്ടികളിലാണ്. ഇതാണ് സൈഡ് എഫക്ട്സ് കാണുകൊണ്ട് 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരുന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേ സാധനം അഡൽസിൽ നോക്കാം. ഓക്കെ, സൈഡ് എഫക്ട്സ് ഓൺ അഡൽസ്. കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ എന്താ സംഭവിക്കുക? കണ്ണിലോട്ടുള്ള സ്ട്രെസ് 32 നമ്മളെ കണ്ണിലോട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ 32% സ്ട്രെസ് കണ്ണിലോട്ടുള്ള ഇൻക്രീസ് ചെയ്യപ്പെടും. 22.7% ഡ്രൈനസ് ഓഫ് ദി ഐ കൂടും. തലവേദന 21.4% കൂടും. ബ്ലഡ് വിഷൻ, ഓൾറെഡി കാഴ്ചശക്തിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്, ഓൾറെഡി ബ്ലഡ് ആയിട്ട് കാണുന്നുണ്ട്, ഇങ്ങനെയും കൂടി കണ്ടാൽ നല്ലതാണ്. 22% ബ്ലഡ് വിഷൻ ഇൻക്രീസ് ചെയ്യും. അതേപോലെ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ നോക്കിയേ, അഡൽസിന് എത്രമാത്രം ഭീകരമായ ചിത്രം, 32% നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ കൂട്ടുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടില്ലെങ്കിൽ, ലിമിറ്റ് വെച്ചിട്ട് ഈ ബ്ലൂ റേസിനെ നമ്മുടെ ശരീരത്തിലോട്ട് കണ്ണിലോട്ട് കയറ്റി വിടുന്നതിനെ ലിമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഭാവിയിൽ വളരെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് ഫ്രോം ബ്ലൂ റേസ് എന്താ സംഭവിക്കാനുള്ളത്, നമ്മളെ കണ്ണിനെ അത് ട്രൈ ചെയ്യുന്നു, ഓൾറെഡി പറഞ്ഞതുപോലെ. അതുപോലെ വി സ്റ്റാർട്ട് സീയിങ് ബ്ലർ, അതായത് വലതു ഭാഗത്ത് കാണിച്ച ഇത്രയും ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് ഇങ്ങനെ കാണാൻ തുടങ്ങും. ഒന്നും ക്ലിയർ അല്ല, ബ്ലർഡ് ആയിട്ട് കാണുന്നു. അതേപോലെ നമ്മളെ കണ്ണ് പെട്ടെന്ന് ക്ഷീണിച്ചു, നമ്മൾ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് കണ്ണ് നമുക്ക് വേദനിക്കുന്നു, കണ്ണ് നമുക്ക് ടയർഡ്നെസ് ആയിട്ടുണ്ട്, ക്ഷീണിച്ചു പോകും. അതുപോലെ കൂടുതലാകുമ്പോഴേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വന്നുകൊണ്ടിരിക്കുന്നു. അത് 40% ഞാൻ ഇവിടെ കാണിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തലവേദന കൂടുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസർ നമ്മൾ കൊടുത്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ, അതിനൊരു പരിഹാരം കാണാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാജുവലി ഐസൈറ്റ് കംപ്ലീറ്റ് ഡിക്രീസ് ആയിട്ട് ടു എൻ എക്സ്റ്റെന്റ് ഇറ്റ് ക്യാൻ ലീഡ് ടു ബ്ലൈൻഡ്നെസ് ആണ്. അപ്പൊ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഏത് ന്യൂട്രിയന്റ് ആണ് ഈ കണ്ണിന്റെ ആരോഗ്യത്തിനും ഈ ബ്ലൂ റേസിനെ വളരെയധികം അകത്തോട്ട് പോകാതെ കാത്തു സൂക്ഷിക്കുന്നത് പറഞ്ഞാൽ ഈ 2 വണ്ടർ ഐ ന്യൂട്രിയൻസ് എന്നാണ് പറയുക. അത്ഭുതകരമായിട്ടുള്ള കണ്ണിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷക തത്വങ്ങളാണ് ഇത് രണ്ടും, ല്യൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ. ഓക്കെ, അപ്പൊ ല്യൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നാച്ചുറലി ആയിട്ട് നാച്ചുറലി നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മളെ ശരീരത്തിലേക്ക് ഈ ബ്ലൂ റേസിനെ വിടുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു പോകുന്നു. അപ്പൊ ആ ആവശ്യത്തിനേക്കാളും അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് പതിയെ നമ്മുടെ കണ്ണിലേക്കുള്ള ആ ഒരു പ്രസന്റേഷൻ അത് കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളത്. പിന്നീട് നോക്കാം, നമുക്ക് അറിയാം ഏതൊരു കാരണവശാലും സാധാരണഗതിയിൽ നമ്മൾ പോഷകതത്വം നമ്മൾ നാച്ചുറലി പലതൊക്കെ നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കാരെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് എക്സസൈസ് ഇല്ലായ്മ, നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഡൈജഷൻ പ്രോബ്ലം, നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടേണ്ടതൊന്നും ശരിയായ അളവിൽ കിട്ടാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നതാണ്. ഇവിടെയും നാച്ചുറലി ആയിട്ടുണ്ട്, പക്ഷേ അതും ഓവർ ദ പീരീഡ് ഓഫ് ടൈം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ ബ്ലൂ റേസ് കണ്ണിൽ അധികം പോകുന്നത് കൊണ്ടോ ഇതിന്റെ ആ ഒരു പവർ കുറഞ്ഞുകൊണ്ട് പോകുന്നു. അത് നമ്മളെ കണ്ണിനെ കൂടുതൽ ക്ഷതീകരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രി ചാർജിന്റെ ഈ വ്യൂവിൽ ചേർത്തിരിക്കുന്ന ഒരു ല്യൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ നീർക്കെട്ടുകളില്ലാതെയാണ്. ഓക്കെ, അൾട്രാ വയലറ്റ് റേസ് അകത്തോട്ട് കയറുന്നതിനെ കംപ്ലീറ്റ്, കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, സ്മോക്കിംഗ് ആയിക്കോട്ടെ, റേഡിയേഷൻ ആയിക്കോട്ടെ, അതുപോലെ അൾട്രാ വയലറ്റ് റേസ് ആയിക്കോട്ടെ, നീർക്കെട്ടായിക്കോട്ടെ, ഇത് മുഴുവനും നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിനെ റിലീസ് ചെയ്യിപ്പിക്കും.
ഫ്രീ റാഡിക്കൽസ് റിലീസ് ചെയ്താൽ നമ്മൾ ഇത് കുറെ കാലം പറയുന്നത്, അതുകൊണ്ട് നമുക്ക് ശരിക്കും അറിയാം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും, അതുകൊണ്ട് സെൽ ഡാമേജ് വരും. അപ്പൊ കണ്ണിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ തകർത്ത് കളയും. അതുകൊണ്ട് വിസിബിലിറ്റി പോവും, കണ്ണിന്റെ ആരോഗ്യം പോവും. അതുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്യപ്പെടും സിയാസാന്തിൻ ആൻഡ് ല്യൂട്ടിൻ. ശരിയായ അളവിൽ കണ്ണിൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങളെ മുഴുവനും ന്യൂട്രലൈസ് ചെയ്യും. അതുകൊണ്ട് ഫ്രീ റാഡിക്കൽസിൽ നിന്ന് കിട്ടുന്ന ഇഫക്റ്റ് ഇല്ലാതെയാണ്. ഓക്കെ, അതുകൊണ്ട് എന്താ കണ്ണിനെ വളരെയധികം ഷാർപ്പാക്കി നിലനിർത്താൻ, ആരോഗ്യമായിട്ട് നിലനിർത്താൻ, കാഴ്ചശക്തി നിലനിർത്താനും സഹായിക്കും. പക്ഷേ പ്രായാധിക്യം കൊണ്ട്, അതായത് ചെറുപ്രായത്തിൽ നിന്ന് യങ് ഏജിൽ നിന്ന് ഓൾഡ് ഏജിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. അതേപോലെ കൂടുതൽ ഒബീസിറ്റി ആകുമ്പോൾ, അതേപോലെ എക്സസ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ, ഹൈ ബ്ലഡ് പ്രഷർ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ഡയബറ്റീസ് ആയി നമ്മൾ മാറുമ്പോൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ കണ്ടന്റ് വളരെ അധികം കുറഞ്ഞു പോകുമ്പോൾ, നമ്മൾ കൂടുതൽ നമ്മളെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ബീഡി, സിഗരറ്റ് ഇങ്ങനത്തെ സ്വഭാവമുള്ളവർ, സ്മോക്കിംഗ് ചെയ്യുന്നവർ, പിന്നെ വളരെ ലൈറ്റ് കണ്ണുള്ളവർ. ഓക്കെ, നമുക്കറിയാം നീലക്കണ്ണ് വളരെ സൗന്ദര്യത്തിന്റെ പര്യായമാണെങ്കിലും അതിന് വലിയൊരു സംഭവമുണ്ട്. കാരണം അതിൽ കാണുന്ന ഈ വണ്ടർ ന്യൂട്രന്റ് എന്തോ ഒരു തകരാറ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ ബ്ലാക്ക് ഐസ് ആണ് ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ഐസ് എന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ ല്യൂട്ടിൻ സിയാസാത്തിന്റെ ഭക്ഷണത്തിലുള്ള കുറവും നമ്മുടെ ശരീരത്തിലോട്ട് ല്യൂട്ടിൻ ആൻഡ് സിയാസാത്തിന്റെ അളവിന്റെ കുറവും കൊണ്ട് സംഭവിക്കുന്ന എന്താണ്. അതേപോലെ തന്നെ വിഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ പല രൂപത്തിൽ നമ്മുടെ ശരീരത്തിലോട്ടൊക്കെ കയറാറുണ്ട്, നമുക്കറിയാം. ഓക്കെ, ആ വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ന്യൂട്ടിൻ ആൻഡ് സിയാസാത്തിന്റെ അളവ് വല്ലാതെ കുറച്ചു പോകുന്നു. ഇവിടെ നോക്കിയേ, ഇത് കണ്ണിന്റെ ഒരു ചിത്രം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ഡീജനറേറ്റ് ആവാൻ തുടങ്ങും. കാരണം ഇവിടെയാണ് ഇതിന് വേണ്ടത്, അവിടെ നമുക്ക് ആ പോഷൻ കിട്ടാത്തത് കൊണ്ട് ആ ഭാഗം വളരെയധികം വീക്ക് ആയി പോകുന്നു. അതുപോലെ കാഴ്ചശക്തി കംപ്ലീറ്റ് പോകുന്നു. നോക്കി ഇവിടെ നോക്കി, ഇത് വളരെ ഡെൻസ് ആയിട്ട് വേണ്ടതായിരുന്നു. ചുവന്നത് സിയാസാന്തിൻ, ഇതൊരു സിംബോളിക് റിപ്രസെന്റേഷൻ ആണ്. ചുവപ്പും മഞ്ഞയും കാണിച്ചിരിക്കുന്നത്, ഒന്ന് ല്യൂട്ടിൻ ആണ്, ഒന്ന് സിയാസാന്തിനാണ്. ഇത് വളരെ കൂടുതൽ വേണ്ടതായിരുന്നു, അത് വളരെ കുറഞ്ഞു അപ്പൊ ഇത് വീണ്ടും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ആ ഒരു ദോഷം കൂടി വരും, കാഴ്ചശക്തി കുറഞ്ഞു വരും, അതുപോലെ കണ്ണിന്റെ ആരോഗ്യവും കുറഞ്ഞു വരും. അതുപോലെ കൂടുതൽ എക്സസൈസ്, മൊബൈൽസ്, ടിവിസ്, ഗാഡ്ജറ്റ്സുകൾ യൂസ് ചെയ്യുന്നവര്, കോൺസ്റ്റന്റ് സ്ട്രെസ്, വളരെ സ്ട്രെസ് വന്നു കഴിഞ്ഞാലും കണ്ണിലോട്ട് പ്രഷർ കൂട്ടി കഴിഞ്ഞാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ കണ്ണിന് സംഭവിക്കാറുള്ളതാണ്. അതുകൊണ്ട് റിസർച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ സംഭവിക്കുമ്പോൾ കണ്ണിന് ആവശ്യമുള്ള ല്യൂട്ടിന്റെ അളവ് എപ്പോഴും 20 മില്ലിഗ്രാം കൊണ്ടേയിരിക്കണം. 20 milligram should be taken daily to compensate the lack of nutrient in the retina. കാരണം നമ്മൾ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഓൾറെഡി നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ല്യൂട്ടിന്റെ അളവും സിയാസാന്തിന്റെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുറവിനെ നികത്താൻ വേണ്ടിയിട്ട് റിസർച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും 20 മില്ലിഗ്രാം ല്യൂട്ടിൻ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, സപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇതിപ്പോ 3-4 അങ്ങനെ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ സപ്ലിമെന്റേഷൻ കഴിക്കുന്നില്ല. ഞാൻ സാറേ ഡയറക്റ്റ് ആയിട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ കഴിച്ചില്ലാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാരറ്റ് ഏകദേശം 3 to 4 കിലോ വരെ കഴിക്കേണ്ടി വരും. അതുപോലെ സിയാസാന്തിൻ 4 മില്ലിഗ്രാം ആണ് റിസർച്ച് പറഞ്ഞിരിക്കുന്നത്, കണ്ണിന് കൊടുത്തുകൊണ്ടേയിരിക്കണം ഡെയിലി. അങ്ങനെയാണെങ്കിൽ ഇത്രയും കഴിക്കേണ്ടി വരും നമുക്ക് കിട്ടണമെങ്കിൽ 2 കിലോ, 4-5 എണ്ണം മക്കാച്ചോളത്തിന്റെ അകത്തുണ്ട്, പിന്നെ 41 ഓറഞ്ച്, അതുപോലെ 111 കപ്പ് ബ്രോക്കോളി. ഇതൊക്കെ വളരെ നടക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. ഇത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ആക്ച്വലി. അത് മാത്രമല്ല, ഇത് കഴിച്ചാൽ തന്നെ ഇതൊക്കെ ശരീരം അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് ബോധ്യമില്ല. ഇറ്റ്സ് നോട്ട് വെരി ഗുഡ്. So because it is not possible to eat all these in such amounts every day. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, നടക്കില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് സപ്ലിമെന്റിന്റെ രൂപത്തിൽ തന്നെ കണ്ണിലോട്ടേക്ക് കൊടുക്കണം, ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ക്യാപ്സൂൾ പരുവത്തിലാക്കിയിട്ട് കൊടുക്കുന്നത്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, AMA എന്ന് പറയുന്നത്, അവർ പറഞ്ഞിട്ടുണ്ട്, അവർ റിസർച്ചിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ശരിയായ അളവിൽ അവരുടെ കണ്ണിൽ ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 41% മാക്കുലാർ ഡീജനറേഷൻ കുറഞ്ഞു കിട്ടുന്നതാണ്. അതായത് കണ്ണിന്റെ ആ കാഴ്ച ശക്തിക്ക് വരുന്ന ആ ക്ഷതം വളരെയധികം കുറഞ്ഞു ആണ്. ചിന്തിച്ചു നോക്കണം എന്താണ് അവസ്ഥ. സോ ദിസ് വിൽ ഹെൽപ്പ് എ ലോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ നമുക്ക് ഫ്രൂട്ട്സ് നിന്ന് കഴിച്ചാലോ വെജിറ്റബിൾ നിന്ന് കഴിച്ചാലോ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് സപ്ലിമെന്റ് ചെയ്യണം നമ്മൾ പറഞ്ഞാണ്. അപ്പോ ഈ ല്യൂട്ടിൻ ഏത് സപ്ലിമെന്റിലാണ് ഉണ്ടാവും? കാരണം ഏത് സപ്ലിമെന്റ് നമ്മൾ കണ്ടതാണ്, ഇഷ്ടംപോലെ സപ്ലിമെന്റ് ഉണ്ട്. അപ്പം ഇത് രണ്ടും അടങ്ങിയിട്ടുള്ള സപ്ലിമെന്റ് നമുക്ക് കഴിക്കേണ്ടത്. അപ്പോഴാണ് ന്യൂട്രിഷാർജ് കാലമായിട്ട് മുന്നിൽ കണ്ട് ഒരു കൊണ്ടുവന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ വളരെ സന്തോഷത്തോടെ അടിച്ചുകൊണ്ട് മാലാർപ്പണം ചെയ്തുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിന് സ്വാഗതം ചെയ്യാം. കാരണം ദിസ് ഈസ് ദ
product which is going to stay for the century. അതൊരു സംശയം വേണ്ട. ഈ നൂറ്റാണ്ടിൽ ഒരു പ്രൊഡക്റ്റ് ആയി മാറും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കാരണം സംഭവങ്ങളൊക്കെ അങ്ങനെ മാറിത്തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ സിംഗിൾ ക്യാപ്സൂൾ കഴിച്ചാൽ തന്നെ നമ്മുടെ കണ്ണിന് ഇത് വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് 1 capsule per day. ഒന്ന് നോക്കി എത്രമാത്രം ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ആരും കൈയടിച്ചത് കണ്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഞാൻ തന്നെ കൈയടിച്ചത്, എന്റെ പ്രൊഡക്റ്റ് ആണല്ലോ. ന്യൂട്രിചാർജ് വ്യൂ 100% വെജിറ്റേറിയൻ ആണെന്ന് നമുക്കറിയാം. കാരണം സാധാരണ ക്യാപ്സൂളുകൾ ഒന്നും തന്നെ വെജിറ്റേറിയൻ ആയിട്ട് കിട്ടാറില്ല. കാരണം അതിന്റെ ആവരണം നമുക്കറിയാം എല്ലാം തന്നെ ജെലാറ്റിൻ ആയിരിക്കും, എല്ലിന്റെ പൊടിയിൽ നിന്നായിരിക്കും എടുക്കുക. അപ്പൊ നമ്മൾ ഇതിനെ കെരാഗിനൻ എന്ന് പറഞ്ഞിരിക്കുന്ന കടലിനടി അടിത്തട്ടിൽ കിട്ടുന്ന ഒരു ചെടിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സോ പ്യൂർലി 100% വെജിറ്റേറിയൻ. 20 mg ല്യൂട്ടിൻ, 4 mg സിയാസാന്തിൻ, 1 mg മെസോസിയാസാന്തിൻ, അത് വേറെ ഫോർമാറ്റ് ആണ്. ബീറ്റ കരോട്ടീൻ ആൻഡ് വൈറ്റമിൻ ഇ പ്ലസ് വൈറ്റമിൻ എ ആണ്. ആവശ്യമുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ന്യൂട്രിചാർജ് വ്യൂ. പിന്നെ സ്റ്റഡി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ റേഷ്യോ ല്യൂട്ടിൻ സിയാസാന്തിന്റെ റേഷ്യോ എഫക്റ്റീവ് ആവണമെങ്കിൽ, ശരീരത്തിലോട്ട് കൊടുത്തിട്ട് കണ്ണിന് അത് എഫക്റ്റീവ് ആവണമെങ്കിൽ 5:1 റേഷ്യോയിൽ വേണം കൊടുക്കാൻ. അതായത് 5 റേഷ്യോയിൽ 5 എന്ന് പറയുന്ന ല്യൂട്ടിനും 1 എന്ന് പറയുന്നത് സിയാസാന്തിനുമാണ്. അപ്പൊ ഈ 5:1 റേഷ്യോയിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. അങ്ങനത്തെ സപ്ലിമെന്റ് കഴിച്ചാൽ മാത്രമേ അതിനെ കൊണ്ട് ഗുണമുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ എന്ത് ഈ സിയാസാന്തിനും ഗ്ലൂട്ടിനും ചേർന്ന ഏതൊരു സപ്ലിമെന്റ് കഴിച്ചാലും അവിടെ ഈ റേഷ്യോ ഈ നോട്ട് 5:1, then it is not effective എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി നമ്മൾക്ക് എങ്ങനെയാണുള്ളത്. ന്യൂട്രിചാർജ് വ്യൂവില് 20 mg ഗ്ലൂട്ടിനും 4 mg സിയാസാന്തിനുമാണ്.